ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരി ശങ്കറും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് വരുന്ന ശേഖരേട്ടന് ചോദിക്കുകയാണ്, എടാ ശങ്കര, നിനക്ക് വട്ടായോ? നീ കാരണം ഇവിടെ വേറെ ആർക്കും കിടന്ന് ഉറങ്ങണ്ടേ? ഇതെന്ത് കൂത്തായി കാണിക്കുന്നത്? നിനക്ക് വല്ലതും കാണിക്കണേ മുറി പോയി അടച്ചിട്ട് കാണിക്കടാന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കർഭായി അവിടെ ചെന്നിട്ട് പറയണേ, താൻ പോയി കിടക്കണോ ചേട്ടച്ചാറെ, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ കുറച്ച് റൊമാൻറ്റിക്കായിട്ട് നിൽക്കട്ടെ, തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ താൻ കമലത്തിൻ്റെ അടുത്ത് പോകാൻ പറയുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് കലിതുള്ളി ശേഖരൻ ഇതെന്ത് കൂത്താണോ എന്ന് പറഞ്ഞ് പോവാണ്. ആ സമയത്ത് ഗംഗ വന്ന് നോക്കുവാണ് കേട്ടോ. ഗംഗ നോക്കുന്ന കാണുമ്പോഴത്തേക്കും ശങ്കർ പറയാം, അതെ അവൾ വന്ന് നോക്കുന്നുണ്ട്, കട്ടയ്ക്ക് പിടിച്ചു എന്ന് പറയുവാണ് ഗൗരിയോട്. എന്നിട്ട് ഗൗരിയോട് ഡാൻസ് കളിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഗൗരിക്ക് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഗംഗ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശങ്കർ ഈ ചെയ്യുന്നതൊക്കെ. അപ്പോഴേക്കും ഗംഗ ആക്ടിങ് ആണല്ലോ, ഗംഗയ്ക്ക് ശരിക്കും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗംഗ അത് കണ്ട് പയ്യെ ചിരിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ ശങ്കറും ഗൗരി അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ കുറേ നേരം. പിന്നെ കാണിക്കും നമ്മുടെ ശേഖരേട്ടൻ മുറി ചെന്ന് കഴിഞ്ഞ് കമല കിടക്കുന്ന കാണുവാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക, ഇവളുടെ കയ്യിൽ വല്ലോ കത്തിയോ തോക്കോ വല്ലോ ഉണ്ടോ, കിടപ്പ് കണ്ടിട്ടൊന്നും ഇല്ലെന്നാണ് തോന്നുന്നേ എന്ന് പറഞ്ഞ് അകത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശേഖരനെ കാണുമ്പോഴത്തേക്കും കമൽ ചോദിക്കുക, എടോ കോടിശേഖര, താൻ വന്നോ? താൻ എപ്പോഴും ആ ഗംഗയുടെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശേഖരന് ദേഷ്യം വരുവാണ് കേട്ടോ. ശേഖരൻ ചോദിക്കുക, നീ എന്തൂട്ടി ഇവിടെ എന്നെ? ഞാനെനിക്ക് തോന്നുപോലെ കാണിക്കും. നീ എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കാൻ വരരുത് കേട്ടോ. എനിക്ക് 2 മിനിറ്റ് മതി നിൻ്റെ ഈ കഴുത്തമർത്തി കൊല്ലാൻ എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കമല ചാടി എഴുന്നേറ്റിക്കുവാണ്. താൻ എന്നെ കൊല്ലുവോടോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും ശേഖരൻ മനസ്സിൽ ചിന്തിക്കുക, ഇവിടെ വല്ലതും ഉണ്ടോ, ഇനി വല്ലതും തിരിച്ച് ചെയ്യുമോ എന്നിങ്ങനെ ചിന്തിച്ച് ശേഖരൻ മര്യാദയ്ക്ക് പോയി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് താഴെ കിടക്കുവാണ് കേട്ടോ. എന്നിട്ട് കമല എഴുന്നേറ്റിരുന്ന് പറയുവാണ്, ദാനിനെ ആ ഗംഗയുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാനങ്ങ് തീർക്കും, തന്നെ വിഷം തന്ന് ഞാനങ്ങ് കൊല്ലും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശേഖരൻ ചാടി എഴുന്നേറ്റ് പറയാം, അതിന് നീ തരുന്ന പച്ചവെള്ളമെങ്കിലും ഞാൻ കുടിച്ചിട്ട് വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കമല പറയാം, ഞാൻ തരുന്ന വേണ്ട, താനീ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമല്ലോ, അതിൽ ഞാൻ കലക്കി തരും എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശേഖരേട്ടൻ ചെറുതായിട്ടൊന്ന് പേടിക്കുവാണ്, ഇനി ഇവളെ ഈ ചെയ്യുമോ ഈ പറഞ്ഞ പോലെ എന്നിങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കമല പറയാം, പോയി മര്യാദയ്ക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടക്കാൻ നോക്കിക്കോ, ഞാൻ തന്നെ കൊന്നു കഴിഞ്ഞാലും എന്നെ പോലീസൊന്നും പിടിക്കത്തില്ല, കാരണം എനിക്ക് വട്ടാണെന്നാണല്ലോ താൻ പറയുന്നത്, അപ്പോൾ എന്നെ വെറുതെ വിടും എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേട്ട് പേടിച്ച് കുറച്ച് ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി ശേഖരൻ വെള്ളം എടുക്കുമ്പോൾ ചിന്തിക്കുക, വേണ്ട കുടിക്കണ്ട, ഇനി ഇതിൽ വല്ല വിഷമുണ്ടോ എന്നോർത്ത് അത് അവിടെ വെച്ചിട്ട് കിടക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസറിൻ്റെ വീടാണ്. അവിടെ മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയമ്മ വന്നിട്ട് പറയുന്നുണ്ട്, വിഷമിക്കണ്ടമ്മേ, എല്ലാ വർഷത്തെ പോലെ ഈ വർഷം ചെയ്ത് കഴിഞ്ഞാൽ അത് ആരതിക്ക് ആകെ വിഷമമാവില്ലേ, അവളെ ഒറ്റപ്പെടുത്തിയ പോലെ അവൾ വിചാരിക്കുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേട്ട് വരുന്ന വേണിയോട് നമ്മുടെ മുത്തശ്ശി പറയാം, മോളെ ഇത്രയും കാലം ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാതിരുന്നിട്ടില്ല, രാവിലെ അവളുടെ കൂടെ ക്ഷേത്രത്തിൽ പോവും, വരുമ്പോൾ സദ്യ ഉണ്ടാക്കും, അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ തവണ അതിനൊന്നും പറ്റത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞ് മുത്തശ്ശി ആകെ സങ്കടപ്പെടുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേണി പറയാം, അതിന് ഇവിടെ പറ്റില്ല എന്നല്ലേ ഉള്ളൂ, ഇവിടെ ചെയ്താലല്ലേ ആരതിക്ക് വിഷമാവുള്ളൂ, നമുക്കങ്ങ് ചാരങ്ങാട്ട് നല്ല അടിപൊളിയാക്കാം, ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞ് വേണി അവിടെ ഇരുന്ന് ശങ്കറിനെ വിളിച്ച് പറയുവാണ് കേട്ടോ. അപ്പോൾ ശങ്കർ പറയാം, എനിക്ക് ഓർമ്മയുണ്ട് വേണി, ഗൗരി എൻ്റെ കൂടെ വന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളല്ലേ, ഞാനെങ്ങനെ മറക്കാനാ, അത് ഞാൻ സെറ്റപ്പ് ആക്കും, സൂപ്പറായിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശങ്കർഭായി പറയുന്നുണ്ട് വേണിയോട്, നീ അവിടുന്ന് എല്ലാവരെയും കൂട്ടി വന്നേക്കണം, അത് നിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശങ്കറിനോട് വേണി പറയണം, ഓക്കെ അപ്പോൾ സെറ്റാക്കണം, ഗൗരി കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകുന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ശങ്കർ പറയാം, അതങ്ങനെയല്ലേ ഉള്ളൂ, ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ലെവലിൽ തന്നെ ശങ്കർഭായി അത് സെറ്റാക്കും എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേട്ട് സന്തോഷത്തിന് വേണ്ടി ഓക്കെ ഏട്ടാ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുവാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയാം, അതൊരു സൂപ്പർ പരിപാടിയായിരിക്കും ചാരങ്ങാട്, മുത്തശ്ശി ഒട്ടും വിഷമിക്കേണ്ട, മുത്തശ്ശിയുടെ ഗൗരി ഇതുവരെ കിട്ടാത്ത അത്ര സൂപ്പർ ഒരു ആഘോഷം തന്നെ ശങ്കരേട്ടൻ അവിടെ സെറ്റാക്കുന്നുണ്ടെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ശങ്കർഭായി വീട്ടിലെല്ലാവരോടും ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ച കാര്യം പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോരൊന്ന് കുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശേഖരനും അവിടെ ഇരുന്ന് ഇതൊക്കെ കേട്ട് കളിയാക്കി ചിരിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർഭായി പറയുന്നുണ്ട്, ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കും, അതിലൊരു സംശയവും വേണ്ട എന്ന് പറയുകയാണ്.
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മഹാദേവൻ ചോദിക്കുക, നീ എന്തുട്ടാടാ പറയുന്നത്? നീ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ഭൂമിയിലായിരിക്കുമോ അതോ അങ്ങ് ബഹിരാകാശത്തായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കുവാണ് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഗൗരി പറയുകയാണ്, ഇതൊന്നും വേണ്ട ശങ്കർ, ആഘോഷിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, അതെ അവൾ തന്നെ പറയുന്നുണ്ടല്ലോ ആഘോഷിക്കേണ്ടെന്ന്, പിന്നെ നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴേക്കും ശങ്കർ ഗൗരിയോട് പറയാം, നീ മിണ്ടായിരുന്നോ കേട്ടോ ഗൗരി, നിൻ്റെ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗംഗയും പറയുന്നുണ്ട്, എടോ സമ്മതിക്കുക, നമ്മുടെ ശംഖുവിനൊരു വലിയ ആഗ്രഹം കൊണ്ട് പറയുന്നതല്ലേ, തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ, ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമലയിടത്തി അങ്ങ് വരുവാണ് കേട്ടോ. കമലയിടത്തി അങ്ങ് വരുവാണ്. ആ സമയത്ത് നമ്മുടെ രാധാമണി തങ്കച്ചി വരുവാണ്, നീ ഇവിടെ പിറന്നാൾ ആഘോഷിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്തു, എല്ലാം സെറ്റപ്പാക്കി, പക്ഷെ നീ സമ്മതം ചോദിക്കേണ്ടവരോടൊക്കെ സമ്മതം ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ ഇങ്ങനെ ചിന്തിക്കുക, സമ്മതം ചോദിക്കണ്ടോ, അതാരോടാ, അത് ഗൗരിയുടെ സമ്മതം കിട്ടിയാൽ പോരെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പറയുമ്പോൾ രാധാമണി തങ്കച്ചി കളിയാക്കി പറയാം, അവളുടെ സമ്മതം മാത്രം പോരല്ലോ, നിൻ്റെ അച്ഛൻ്റെ സമ്മതം നീ ചോദിച്ചോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശങ്കർ ആകെ കൂടി ഒന്ന് പരുങ്ങുവാണ്. ശേഖരനും ഇത് കേൾക്കുമ്പം ശങ്കറിനെ കളിയാക്കി ചിരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രാധാമണി തങ്കച്ചി പറയാം, നീ അച്ഛൻ്റെ സമ്മതം ആദ്യം മേടിക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശങ്കർ പോയി പറയാം, അച്ഛൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം, അതല്ലേ അമ്മ ഇത്ര ഉറപ്പിച്ച് പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വന്ന കമല ചോദിക്കുക, അതെന്താ അച്ഛൻ സമ്മതിക്കുകയല്ലാത്ത, അച്ഛന് സമ്മതമല്ലേ അച്ഛാ ഗൗരിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കമലയോട് ശേഖരൻ ചൂടാവുന്നുണ്ട്, നീ മിണ്ടായിരുന്നേര് കമലെ എന്ന് പറയുമ്പോൾ ശേഖരനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുവാണ് കേട്ടോ കമല. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, ശേഖരേട്ടാ മിണ്ടാതിരിക്കുക, വെറുതെ നമ്മുടെ കമലയിടത്തിനെ പ്രൊവോക്ക് ചെയ്തതെന്ന് പറയണം കേട്ടോ. അപ്പോൾ പ്രൊവോക്കോ എന്ന് വെച്ചാൽ എന്താ എന്നിങ്ങനെ നമ്മുടെ ശേഖരൻ ചോദിക്കുവാണ്. ഇത് കേട്ട് നമ്മുടെ കുട്ടിശങ്കറിന് ദേഷ്യം വന്നില്ല, താനൊന്നും മിണ്ടായിരുന്നല്ലോ ഏട്ടാ അവിടെ എന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രാധാമണി തങ്കച്ചിയെ നോക്കിയിട്ട് മഹാദേവൻ പറയുവാണ് കേട്ടോ, എടേ രാധാമണി തങ്കച്ചി നീ എന്താ ഓർത്തേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട പോലെ നോക്കുവാണ്. എന്നിട്ട് നമ്മുടെ മഹാദേവൻ ശങ്കർബായിയോട് പറയാ, നീ നിൻ്റെ പെണ്ണുമ്പിള്ളയുടെ വാക്ക് കേൾക്കുന്ന പോലെ ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയുടെ വാക്ക് കേൾക്കുമെന്നാണോ ശങ്കര നീ ഓർക്കുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഈ മഹാദേവനെ ഒറ്റ വാക്കും ഒറ്റ ചിന്തയേ ഉള്ളൂ, മഹാദേവൻ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നുള്ളത്, എൻ്റെ മരുമോളുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ശേഖരനും രാധാമണി തങ്കച്ചി ആകെ ഞെട്ടിപ്പോവാണ്. നമ്മുടെ ശങ്കർബായി അന്തം വിട്ടുപോവാണ് കേട്ടോ. ശങ്കർബായിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഗൗരി ഇങ്ങനെ അച്ഛൻ എന്തിനും മനസ്സിൽ ഉദ്ദേശിച്ചാണോ എന്നുള്ള രീതിയിൽ ഗൗരി നിൽക്കുവാണ് കേട്ടോ. ഗംഗയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ മഹാദേവൻ സന്തോഷത്തോടുകൂടെ സമ്മതിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.